ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ ജോസ് കെ മാണി മത്സരിക്കുന്ന ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ജോസ് കെ മാണിയെ തോൽപ്പിക്കുക എന്നതാണോ റോഷി അഗസ്റ്റിന്റെ ലക്ഷ്യം? അതായത് തോൽപ്പിക്കുക എന്നുള്ളതല്ല, അദ്ദേഹം പാല വിട്ട് പോകരുത്, ഇടുക്കിയിലേക്ക് വരരുത്. ഇടുക്കി സീറ്റാണ് ഏറ്റവും സുരക്ഷിതമായി കേരള കോൺഗ്രസിന്റെ സീറ്റ് എന്നാണ് ധരിക്കുന്നത്. കഴിഞ്ഞ തവണ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഇടുക്കി സീറ്റിൽ നിന്ന് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കേരള കോൺഗ്രസിന്റെ 5 സീറ്റുകളിൽ വിജയിച്ച 5 സീറ്റുകളിൽ ഏറ്റവും സുരക്ഷിതം അതാണെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ പത്രക്കാർ ചോദിച്ചു പാലയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ജോസ് കെ മാണി പറഞ്ഞ മറുപടി നമ്മൾ ആ വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ അത് പാർട്ടി തീരുമാനിക്കും അവിടെ മത്സരിക്കണമോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ തന്നെ റോഷി അഗസ്റ്റിന് അത് പിടിച്ചു വാങ്ങി, മൈക്ക് പിടിച്ചു വാങ്ങി, അല്ല പാലയിൽ തന്നെ മത്സരിക്കും എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് വ്യക്തം. ഒന്ന്, അധികാര സ്ഥാനത്തുള്ള റോഷിയും അധികാരമില്ലാത്ത ജോസ് കെ മാണിയും. അപ്പൊ ജോസ് കെ മാണിക്ക് ആ അധികാരമില്ലാത്തതിന്റെ വിലയും നിലയും ഇല്ലാതായി. പാർട്ടികളുടെ അധികാര കേന്ദ്രം റോഷി അഗസ്റ്റിനായി എന്നുള്ള തെളിയിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വന്നത്. അതായത് പറയുന്നത് കേട്ടാൽ മതി, അതിലപ്പുറത്തേ നീങ്ങണ്ട. കാരണം അതാണ് ഒന്ന്. രണ്ടാമത്തത്, റോഷി അഗസ്റ്റിന്റെ സീറ്റാണ് ജോസ് കെ മാണി ഉദ്ദേശിക്കുന്നത്. ആ ജോസ് കെ മാണി ഉദ്ദേശിക്കുന്ന സീറ്റിലേക്ക് ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ മത്സരിച്ചാൽ മതി എന്ന് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യാണ്. അതിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ്? പാലയിൽ ജോസ് കെ മാണി എങ്ങനെ തലകുത്തി മത്സരിച്ചോ തോൽക്കും. കാരണം മാണി സി കാപ്പൻ വളരെ സ്ട്രോങ് ആണ്. മാണി സി കാപ്പൻ പാലയിൽ ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ആര് ജയിക്കില്ല? ജോസ് കെ മാണി വിജയിക്കില്ല. അത്രയും അവിടെ ചീത്തപ്പേരുള്ള സ്ഥലമാണ് പാലയിൽ. അപ്പോൾ കേരള കോൺഗ്രസിൽ നടക്കുന്ന അധികാര വടംവലിയുടെ ഭാഗമായി ജോസ് കെ മാണിയാണോ വലിയ ആള് അല്ലെങ്കിൽ റോഷി അഗസ്റ്റ് ആണോ വലിയ ആൾ എന്നുള്ള ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കെ എം മാണി എന്ന് പറയുന്ന നേതാവിനായിരുന്നു എല്ലാവരും അംഗീകരിച്ചിരുന്നത്. കെ എം മാണിയുടെ ഒപ്പം നിന്നിരുന്ന ജോസഫ് പി ജെ ജോസഫ് വിട്ടുമാറിപ്പോയി. പിന്നെയും പല ഗ്രൂപ്പുകൾ ഉണ്ടായി. അത് വളരും തോറും പിളരുന്ന പാർട്ടിയായിട്ട് ടി എം ജേക്കബ് അടക്കമുള്ള പലരും അത് കഷ്ണങ്ങളായി നിൽക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് പിറവത്ത് നിന്ന് കാലാകാലം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ജയിച്ച ഒരു മന്ത്രിയാണ്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണെന്ന് ഉറപ്പിക്കാവുന്ന ആരാ? റോഷി അഗസ്റ്റിനാണ്. പിണറായി വിജയനുമായിട്ടുള്ള ധാരണ പ്രകാരമുള്ള ഇതാണ് കഴിഞ്ഞ തവണ ജോസ് കെ മാണി UDF-ലേക്കുള്ള ചർച്ചകൾ 10 തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് UDF ആയിട്ട്. ആ 10 തവണ UDF ചർച്ച നടത്തിയെന്ന് മാണി സി കാപ്പൻ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമാണ് മാണി സി കാപ്പനുള്ള ഇത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ജോസ് കെ മാണി UDF-ലേക്ക് പോകുന്നത് തടഞ്ഞത് റോഷി അഗസ്റ്റിനിലൂടെ പിണറായി വിജയൻ നടത്തിയ തന്ത്രങ്ങളാണ്. അപ്പൊ കേരള കോൺഗ്രസ് ആരുടെ കൈവശമാണ് എന്നുള്ള ചോദ്യം. കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിന്റെ കീഴിലാണ്. റോഷി അഗസ്റ്റിനാണ് ഇടതുപക്ഷ മുന്നണിയിൽ പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അനുസരിച്ചാൽ മതി എന്നുള്ള ധിക്കാരപരമായ അഹങ്കാരപരമായ ഒരു നിലപാടാണ് റോഷി അഗസ്റ്റിന് വന്നിരിക്കുന്നത്. ആ റോഷി അഗസ്റ്റിന് വന്ന അധികാരമാണ്. മന്ത്രിയല്ലായിരുന്നെങ്കിലോ ജോസ് കെ മാണി ജയിച്ചിരുന്നെങ്കിൽ റോഷി അഗസ്റ്റ് മന്ത്രിയാകുമായിരുന്നു. ഒരു മന്ത്രിയിലുള്ളവർക്ക് ഇപ്പൊ ഒരു മന്ത്രി ആവുന്നില്ല. പിന്നെ ചീഫ് വിപ്പ് ഉള്ളത് ജയരാജൻ. അപ്പം ഈ അധികാര വടംവലിയുടെ അധികാരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പാർട്ടിയിലുള്ള മാറ്റങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണ് ഇവർ തമ്മിലുള്ള അടി. ആ അടി ഇനി കൂടാനല്ലാതെ കുറയാൻ പോകുന്നില്ല. കേരള കോൺഗ്രസിലെ ഒരു ഭാഗം ജോസ് കെ മാണിയുടെ കൂടിയും ഒരു ഭാഗം റോഷി അഗസ്റ്റിനും കൂടിയാണ്. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഫലങ്ങൾ നോക്കുമ്പോൾ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം 3 ഡിസ്ട്രിക്റ്റുകളും സമ്പൂർണ്ണ ആധിപത്യമാണ് കേരള കോൺഗ്രസിനുള്ളത്. എന്തിന് ഇടുക്കി സീറ്റ് പോലും 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നാണുള്ളത്. ഈ സന്ദർഭത്തിൽ ഈ അടുത്ത ഇലക്ഷനിൽ കേരള കോൺഗ്രസ് നാമാവശേഷമാകും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ചരിത്രത്തിൽ ഉണ്ടാവില്ല, മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജോസ് കെ മാണി അധികാരം രുചിച്ച് മാത്രം ജീവിച്ചിട്ടുള്ള കെ എം മാണിയുടെ മകൻ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഒരു അധികാരമില്ലാതെ എങ്ങനെ അധികാരം പിടിച്ച് ഇപ്പം തന്നെ വിലയില്ല. അപ്പം കുറച്ചുകൂടി പോയാൽ ഒരു നായ പോലും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയിൽ നിന്ന് മാറാൻ ഏറ്റവും നല്ല ഇപ്പോഴേ ചാടുക, മറുകണ്ഠം ചാടുക എന്നുള്ള തീരുമാനമായിരുന്നു ജോസ് കെ മാണിക്ക്. എല്ലാം ശരിയാക്കി വെച്ചതാണ്, പക്ഷെ പൊളിച്ചത് റോഷി അഗസ്റ്റിനാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ തമ്മിലുള്ള അടി മൂത്തിട്ട് അതിനകത്ത് 3 MLA മാർ ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്നു എന്നാണ്. ഒന്ന് കാഞ്ഞിരപ്പള്ളി MLA, അതേപോലെ പൂഞ്ഞാർ MLA, അതേപോലെ ചങ്ങനാശ്ശേരി MLA. അതേസമയത്ത് പത്തനംതിട്ടയിലുള്ള കോന്നിയിലുള്ള MLA-യും റാന്നിയുള്ള MLA-യും അതേപോലെ ഇടുക്കിയിലുള്ള MLA-യും അതായത് റോഷി അഗസ്റ്റിനും 2 MLA ഒരു ഭാഗത്തും 3 MLA ഈ ഭാഗത്തായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് പിളരാനുള്ള എല്ലാ സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് പരസ്യമായിട്ടുള്ള അധിക്ഷേപമാണ് ഇപ്പം ജോസ് കെ മാണിക്ക് നേരിട്ടത്. അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും. ഉളുപ്പും മാനമുള്ള ആളാണെങ്കിൽ ജോസ് കെ മാണി ഇപ്പം ഈ പാർട്ടിയിൽ നിന്ന് ഈ റോഷി അഗസ്റ്റിനെ മാറ്റേണ്ടതാണ്, സസ്പെൻഷൻ കൊടുക്കേണ്ടതാണ് മിനിമം. പക്ഷെ അതിനു മുമ്പ് റോഷി അഗസ്റ്റിൻ അത് വളർത്തിക്കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു കടന്ന കൈക്ക് വേണ്ടിയിട്ട് ജോസ് കെ മാണി ശ്രമിക്കൂ. ആ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതാണ്. അല്ല, അദ്ദേഹത്തിന് അറിയാം അടുത്ത ഇലക്ഷന് UDF ആണ് അധികാരത്തിൽ വരിക എന്നുള്ളത്. അധികാരമില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പ്രത്യേകിച്ചും ജോസ് കെ മാണിക്ക് കഴിഞ്ഞ തവണ കുറെ കാലമായി രാജ്യസഭയിൽ പോയി കേന്ദ്രമന്ത്രിയാവാൻ പോയതിൻ്റെ ഭാഗമായിട്ടാണ് KM മാണിയുമായി അടിപിടി കൂടി അച്ഛന് ചായ പോലും കൊടുക്കാതെ രാവിലെ ഇരുന്ന് ചായയും കൊടുത്തില്ല, എന്നിട്ട് അടിച്ചു എന്നാണ് പറയുന്നത് ജോസ് കെ മാണി KM മാണിയെ. അങ്ങനെയാണ് നമ്മുടെ PC ജോർജ് പറഞ്ഞത്. എന്നിട്ട് PC ജോർജ് ഓടിയെത്തിയിട്ടാണ് ചായയൊക്കെ കൊടുത്തത്. രാവിലെ ചായ പോലും കൊടുക്കാത്ത അത്രയും ബുദ്ധിമുട്ടിച്ചു എന്ന് PC ജോർജ് വെല്ലുവിളിച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല സരിതാ നായരുടെ പ്രശ്നത്തിൽ 50 ലക്ഷം രൂപയാണ് സരിതാ നായർക്ക് കൊടുത്തതെന്ന് PC ജോർജിന്റെ വെളിപ്പെടുത്തലുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും നാറിയിട്ടുള്ള ഒരു നേതാവാണ്. എല്ലാവരും മുന്നിൽ നാണം കെട്ടുള്ള, ഇനി ഒന്നിനും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റാത്ത, ജനങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഒരു നേതാവാണ് ജോസ് കെ മാണി. നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ തോറ്റു, ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ തോറ്റു. തോൽവി മാത്രം രുചിച്ചറിയുന്ന ജോസ് കെ മാണിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിൽ ഏത് വിധേനെങ്കിലും അധികാരം പിടിച്ച് ഇപ്പം അടുത്ത അധികാരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിയായി കിട്ടിയില്ലെങ്കിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് കേരള കോൺഗ്രസ് പിളർന്നാൽ അത് വീണ്ടും പിളരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വേറെയാണ്. അതോടുകൂടിയിട്ട് അല്ല തന്നെ ദുർബലയായ LDF, ആ മേഖലയിൽ LDF വളരെ ദുർബലയാണ്. അതോടുകൂടി പൂർണ്ണമായി നശിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.